മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം. അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം, 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 അഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം. ദൈവവചനം നമ്മെ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നുണ്ട്. ആരെയാണ് ദൈവം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവ അനുഗ്രഹം ലഭിക്കുവാൻ നാം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്. അത് മറന്നു പോവുകയോ അതിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്താൽ ദൈവ അനുഗ്രഹം നഷ്ടമാകുമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ദരിദ്രർ നമുക്ക് ചുറ്റും എപ്പോഴുണ്ട്. അവരോട് ഒരു കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കണം. ദരിദ്രരോട് ദയവ് കാണിക്കുന്ന ആരാണോ അവൻ ഭാഗ്യവാനാണ്. നമുക്ക് ചുറ്റുമുള്ള പാവപ്പെട്ട മനുഷ്യരോട് അല്പം ഒരു കരുണ കാണിക്കാൻ നമുക്ക് കഴിയണം. വീണ്ടും വചനം പറയുകയാണ്: കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ്. ആര് ആണോ കരുണ കാണിക്കുന്നത്, ആ കരുണ കാണിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ കർത്താവ് അവനെ രക്ഷിക്കും. ഇന്ന് ഒരുപാട് മക്കൾക്ക് ഒരുപാട് രക്ഷ ആവശ്യമുള്ള സമയമാണ്. സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. കർത്താവ് പറയുകയാണ്: കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അതെ, നമുക്ക് പാവങ്ങളോട്, നമ്മുടെ സഹായം ആവശ്യമുള്ളവരോട് കൂടുതൽ കരുണയുള്ളവരായിരിക്കുവാൻ, സമ്പത്ത് കൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ഒരു നല്ല വാക്കായിരിക്കാം, പ്രാർത്ഥനയായിരിക്കാം, അവരുടെ കൂടെ ആയിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യമായിരിക്കാം, സഹായമായിരിക്കാം. അപ്രകാരം കരുണ കാണിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ദരിദ്രരായ മക്കളോട് കൂടുതൽ സ്നേഹം, കരുണ കാണിക്കുവാൻ കർത്താവെ ഞങ്ങൾക്കൊരു കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവരോടൊക്കെ അലിവോടെ പ്രവർത്തിക്കുവാൻ, സ്നേഹിക്കുവാൻ കൃപ നൽകണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.